ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നിങ്ങൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഈ ആന്തറിൻ്റെ സെക്ഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതൊക്കെ. നമുക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഈ ആന്തറിൻ്റെ സെക്ഷൻ എടുക്കുക എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് നമുക്ക് സ്റ്റെയിൻ ആഡ് ചെയ്യാനില്ല, അങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ല. ജസ്റ്റ് സെക്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എന്തിലും കളയരുത്, സെക്ഷൻ എടുക്കുന്നതിലും കളയരുത്. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻ നമ്പർ നിങ്ങൾക്ക് അറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 7 ഇത് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7 സ്പെസിമെൻ എച്ച് എന്ന് പറഞ്ഞിട്ടൊന്ന് വെച്ചിട്ടുണ്ടാകും, ഒരു ബഡായിരിക്കും വെച്ചിട്ടുണ്ടാകുക. യൂഷ്വലി ചെയ്യാറുള്ളത് ഈ തെച്ചിപ്പൂവിൻ്റെ സംഭവം വെച്ചിട്ടാണ്. അതായത് തെച്ചിപ്പൂവ്, നിങ്ങൾക്ക് ഇക്സോറ എന്ന് പഠിക്കാനുള്ള ഈ പൂവിൻ്റെ ബഡോ, അതല്ലെങ്കിൽ ഡെറ്റൂറ എന്ന് പറയുന്നത്. കോമൺലി വെക്കാറുള്ളത് എന്തെന്നാണ്? ഈ പൂവ് തന്നെയാണ്, ഇക്സോറ തന്നെയാണ്. ഇതിൻ്റെ ബഡായിരിക്കും വെക്കുക. കാരണം എല്ലായിടത്തും ലഭ്യമാകുന്നതായതുകൊണ്ട് തന്നെ അതായിരിക്കും കൂടുതൽ വെക്കാൻ സാധ്യത ഉള്ളത്. ഇനിയിപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഇത് വെച്ചാലും ഇനി വേറെ എന്തെങ്കിലും ബഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ആ 1 മാർക്ക് എന്തിനുള്ളൂ? ഈ സെക്ഷൻ എടുക്കുന്നതിനുള്ളൂ. ബാക്കി 2 മാർക്ക് നമുക്ക് ആ ഈ ആൻസറിൻ്റെ ഡയഗ്രാം വരയ്ക്കുന്നതിനും ലേബൽ ചെയ്യുന്നതിനുമായിട്ടാണ്. സോ കൂടുതൽ സമയം എന്തിനു ഫോക്കസ് ചെയ്യുക? വരയ്ക്കുന്നതിലും ലേബൽ ചെയ്യുന്നതിലും ഫോക്കസ് ചെയ്യുക. അത് വൃത്തിയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അത് ആൻസർ ഷീറ്റിൽ വരുന്ന ഒന്നാണ്. ഈ സെക്ഷൻ എടുക്കുന്നതല്ല ഭയങ്കര പണിയുള്ള ഒന്നല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. എങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. എന്നാലും നമുക്ക് എന്ത് വേണം, നമ്മുടെ സ്പെസിമെൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് നല്ല ഷാർപ്പായിട്ടുള്ള എന്ത് വേണം, ബ്ലേഡ് വേണം. അതുപോലെ തന്നെ 2 സ്ലൈഡും ഒരു കവർ സ്ലിപ്പും കരുതണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് കുറച്ച് വെള്ളം വേണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നീഡിലും പിന്നെ അതുപോലെ തന്നെ ബ്രഷും നമുക്ക് ആവശ്യമുള്ളതാണ്, ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ്. അതുപോലെ തന്നെ എന്ത് വേണം, നല്ല ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൃത്തിയുള്ള മൈക്രോസ്കോപ്പും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ചില ആളുകൾ വെള്ളത്തിന് പകരം ഗ്ലിസറിനും യൂസ് ചെയ്യാറുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഏതായാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത്രയും സാധനങ്ങൾ മാത്രം മതി. ഇത് എന്ത് വേണ്ട, സ്റ്റെയിൻ്റെ ആവശ്യം നമുക്ക് എന്തില്ല, നിലവിൽ ഇത് യൂസ് ചെയ്യേണ്ടതില്ല. സ്റ്റെയിൻ യൂസ് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോസ്കോപ്പിൽ വളരെ എളുപ്പത്തിൽ ഇത് കാണാനും സെക്ഷൻ എടുക്കാനും സാധിക്കുന്നതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതെന്ന് നോക്കി നോക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരിക്കലും ചെരിഞ്ഞു പോകാൻ പാടില്ല കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ ബഡ് എന്ത് ചെയ്യുക, തല കീഴായിട്ട് പിടിക്കുക. അതായത് അതിൻ്റെ കീഴ്ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് 2 പേരിലുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിനു ശേഷം യൂസ് ചെയ്ത ബ്ലേഡ് യൂസ് ചെയ്യാതെ പുതിയ ബ്ലേഡ് തന്നെ യൂസ് ചെയ്യുക. വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് തന്നെ യൂസ് ചെയ്യണം. അത് മറ്റൊരു കൈ കൊണ്ട് പിടിച്ചിട്ട് മെല്ലെ എന്ത് ചെയ്ത് കൊടുക്കണം, അത് ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഭാഗം എന്ത് ചെയ്യണം, മെല്ലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. നമുക്കത് ആവശ്യമില്ല. അപ്പം അത് മെല്ലെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാതെ, ചെരിഞ്ഞു പോകാതെ വളരെ തിന്നായിട്ടുള്ള സെക്ഷൻസാണ് നമുക്ക് എടുക്കേണ്ടത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഈ ആന്തറിൻ്റെ സെക്ഷൻ എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും തിന്നായിട്ടുള്ള സെക്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി ഒന്നും ഇതിൽ ചെയ്യാൻ എന്തില്ല, ബുദ്ധിമുട്ടില്ല. സോ ഇതിൽ മാത്രം എന്ത് ചെയ്യുക, മെയിൻ ഫോക്കസ് ചെയ്യുക. ഏറ്റവും തിന്നായിട്ടുള്ള സെക്ഷൻസ് എടുക്കാൻ നോക്കുക. അത് ഒറ്റ കട്ടിൽ നിർത്താതിരിക്കുക. 1, 2, 3, 4, 5 എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് സെക്ഷൻ എടുത്തുകൊണ്ട് വെക്കുക. നമ്മൾ എടുത്തിട്ടുള്ള സെക്ഷൻ നേരെ എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സ്ലൈഡിലേക്ക് കുറച്ച് വെള്ളമാക്കി കൊടുക്കുക ആദ്യം. എന്നിട്ട് ആ വെള്ളം ആക്കിയ ഭാഗത്തേക്ക് മെല്ലെ എന്ത് ചെയ്യുക, നമ്മൾ ബ്ലേഡിൽ എടുത്ത് വെച്ചിട്ടുള്ള തിന്നായിട്ടുള്ള സെക്ഷൻ മെല്ലെ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് എന്താവും, അതിൻ്റെ മേലെ പെറ്റൽസ് ഒക്കെ ഉണ്ടാവും. ആ പെറ്റൽസ് ഒക്കെ എന്താവും, വേർതിരിഞ്ഞു പോവും. നമുക്കിതിൽ നോക്കിയാൽ തന്നെ കാണാം, മഞ്ഞ കളറിലായിട്ട് ചെറിയ 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 എന്ത് കാണാം, ബട്ടർഫ്ലൈ സ്ട്രക്ചറിൽ നമുക്ക് എന്തിനെ കാണാൻ പറ്റും, ആന്തറിൻ്റെ സെക്ഷൻസ് കാണാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളതിൽ കുറേ എന്തുണ്ട്, ആന്തറിൻ്റെ സെക്ഷൻസ് ഉണ്ട്, ചെറിയ ചെറിയ സെക്ഷൻസ് ഉണ്ട് ബട്ടർഫ്ലൈ സ്ട്രക്ചറിൽ. സോ ഇതിൽ ഏറ്റവും തിന്നായിട്ടുള്ള സെക്ഷൻ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. നമ്മൾ കുറേ എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിലേതെങ്കിലും ഒന്നിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതിൽ ഏറ്റവും നല്ല തിന്നായിട്ടുള്ള സെക്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ ചൂസ് ചെയ്യുക. നമ്മൾ ഈ സ്ലൈഡിൽ ഇപ്പോൾ എന്തുണ്ട്, ഒരുപാട് തിൻ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും തിന്നായിട്ടുള്ള സെക്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒന്നാകണം നിർബന്ധമൊന്നുമില്ല. ഒരു 2 or 3 തിന്നായിട്ടുള്ള സെക്ഷൻസ് എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു ഒറ്റ ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് വെള്ളം എന്ത് ചെയ്യാം, നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന സ്ലൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, മെല്ലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സെക്ഷനിൽ നിന്നും ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഏറ്റവും തിന്നായിട്ടുള്ള സെക്ഷൻ മെല്ലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1, 2, 3 സെക്ഷൻസ് വരെ നമുക്ക് എന്ത് ചെയ്യാം, 3, 4 സെക്ഷൻസ് ആഡ് ചെയ്യും. എത്ര ആയാലും കുഴപ്പമൊന്നുമില്ല. ഏറ്റവും തിന്നായിട്ടുള്ള സെക്ഷൻ ആകണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന
സെക്ഷനിലേക്ക് മെല്ലെ എന്ത് ചെയ്യുക, കവർ സ്ലിപ്പ് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എയർ ബബിൾസ് കുടുങ്ങാതിരിക്കാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. എല്ലാവരും വീട്ടിൽ വെച്ചിട്ട് മെല്ലെ അതിൻ്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സെക്ഷൻ എന്തായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇത് നേരെ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുക. ഇതെന്താണ്, ആന്തറിൻ്റെ കറക്റ്റായിട്ടുള്ള വൃത്തിയുള്ള സെക്ഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൽ. പിന്നെയുള്ള പരിപാടി നേരെ എന്ത് ചെയ്യണം, ഇതൊരിക്കലും കളയരുത്, അവിടെ തന്നെ വെച്ച് വെക്കുക. എക്സാമിനർ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, കാണിച്ചു കൊടുക്കണം. ചോദിച്ചാൽ കാണിച്ചു കൊടുക്കണം. മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. സോ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ എടുത്ത് വൃത്തിയിൽ വെച്ചേക്കുക. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലാണ്, ഡയഗ്രാം വരയ്ക്കുന്നതിലും അതുപോലെ തന്നെ ലേബിൾ ചെയ്യുന്നതിലുമാണ്. ഇതിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്ലൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ചെയ്യേണ്ട പരിപാടി ഇത് മൈക്രോസ്കോപ്പിൽ വെക്കുക, നോക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സെക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തു. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ. പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള എന്തുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ തിന്നായിട്ടുള്ള എന്തെടുക്കുക, സെക്ഷൻസ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, തിന്നായിട്ടുള്ള സെക്ഷൻസ് എടുത്തു. അത് നേരെ നമ്മുടെ സ്ലൈഡിലേക്ക് ആദ്യം ഒന്ന് രണ്ട് ഡ്രോപ്പ് ഓഫ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് എന്ത് ചെയ്തു, വളരെ തിന്നായിട്ടുള്ള 3-4 സെക്ഷൻസ് അതിലേക്ക് ആന്തറിൻ്റെ ചെറിയ സെക്ഷൻസ് അതിലേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ മേലെ കവർ സ്ലിപ്പ് പ്ലേസ് ചെയ്തു. ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നേരെ എന്തിൽ ചെയ്യുക, മൈക്രോസ്കോപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നമുക്ക് വാച്ച് ചെയ്യണം. കറക്റ്റായിട്ട് ബട്ടർഫ്ലൈ സ്ട്രക്ചർ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ പറയുന്ന ആന്തറിൻ്റെ സെക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. മൈക്രോസ്കോപ്പിൽ വെക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈറ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ക്ലിയർ ആയിട്ട്, അതായത് കറക്റ്റായിട്ട് എന്ത് ചെയ്യില്ല, കാണാൻ പറ്റില്ല, വിസിബിൾ ആകില്ല. സോ ഫസ്റ്റ് തന്നെ ലൈറ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ലൈറ്റ് വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, ലെൻസ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് കൊടുക്കാം. ഫോക്കസ് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് സ്ലൈഡ് നമുക്ക് വിസിബിൾ ആകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, സ്ലൈഡ് ഒന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3-4 സെക്ഷൻസ് ഉണ്ടല്ലോ ആന്തറിൻ്റെ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നല്ല വൃത്തിയിൽ, ചിലപ്പോൾ എല്ലാം നല്ല വൃത്തി ഉണ്ടാകും. ഇനി അതിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള എന്ത് ചെയ്യുക, സെക്ഷൻ നമ്മൾ നോക്കുക, ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്താണ്, എങ്ങനെയാണ്, സെല്ലുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. മാം ചോദിക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ, എക്സാമിനർ ചോദിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് കാണിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത സ്ലൈഡ് എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ മാറ്റി വെക്കുക. കൂടുതൽ സമയം എന്തിന് ഫോക്കസ് ചെയ്യുക, സെക്ഷൻ എടുക്കുന്നതിന് ഒരുപാട് സമയം കളയരുത്. പെട്ടെന്ന് തന്നെ സെക്ഷൻ എടുക്കുക, പെട്ടെന്ന് തന്നെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക, മാറ്റി വെക്കാനായിട്ട് നേരെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡയഗ്രാം വരയ്ക്കുന്നതിനും അതുപോലെ തന്നെ ലേബൽ ചെയ്യുന്നതിനുമാണ് എന്ത് ചെയ്യേണ്ടത്, സമയം കൊടുക്കേണ്ടതും ഫോക്കസ് ചെയ്യേണ്ടതും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ലേബൽ ചെയ്യുന്നതും ഡയഗ്രാം ചെയ്യുന്നതും വൃത്തി തന്നെ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോവാൻ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ ടോട്ടൽ ക്വസ്റ്റ്യൻ ആണ് ഇത്, ഈ പറയുന്ന 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇത്ര മാത്രമേ നമുക്ക് എന്തിൽ ചെയ്യാനുള്ളൂ, ഈ ഒരു 7ാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളൂ. ഓക്കെ, താങ്ക് യു.